സ്വന്തം വീട്ടിൽ അനഭിമതയായി മാറിയ സരള അവഗണനയുടെ വേദനയിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് യാത്രയായി. പക്ഷേ ആ യാത്രയുടെ ഒടുവിൽ നന്ദിനി അറിഞ്ഞത് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സത്യമായിരുന്നു. സരളയുടെ ജീവിതം തകർത്തത് ആരാണ്? അതിന് പിന്നിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? നമുക്ക് കേൾക്കാം അവിവാഹിത 25-ാം ഭാഗം. വീട്ടിൽ എല്ലാവരും ഇപ്പോൾ തന്നെ അപരിചിതയെ പോലെയാണ് കാണുന്നത്. വീടിന് വേണ്ടി നല്ല കാര്യങ്ങൾ യാതൊന്നും ചെയ്യാത്ത ഒരാളെ എങ്ങനെ കാണുമോ അതുപോലെയാണ് പലരുടെയും ഭാവം. പരിഗണന കിട്ടിയില്ലെങ്കിലും സാരമില്ലെന്ന് സമാധാനിക്കാം. അവഗണനയാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത്. ദിവസം ചെല്ലുന്തോറും വീട് തനിക്ക് മടുത്തു തുടങ്ങി. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഇളയച്ചൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത് എന്ന് താൻ ചിന്തിച്ചു തുടങ്ങിയ ദിവസങ്ങളായിരുന്നു അത്. അതിനായി തനിക്ക് അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. ഇളയച്ചൻ എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് വന്നത്. പോകാനുള്ള വാഹന സൗകര്യം വരെ പറഞ്ഞ് ഇടപാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇളയച്ചൻ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു വാഹനം വീടിനടുത്തൊരിടത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അത് കണ്ടപ്പോൾ മുതൽ തന്നെ അച്ഛൻ അമ്മയോട് എന്തോ രഹസ്യമായി പറയുന്നുണ്ടായിരുന്നു. അമ്മ അതിനുശേഷം തൻ്റെ അടുത്തേക്ക് വന്നു. ഇന്ന് ഇളയച്ചൻ വരും. അന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് വരുന്നത്. അവിടെ നിനക്ക് സുഖമായിരിക്കും. എല്ലാ കാര്യത്തിനും ആളുകൾ ഉണ്ടാകും എന്നാണ് ഇളയച്ചൻ പറഞ്ഞത്. അമ്മ അവിടെ പോയി കണ്ടിട്ടൊന്നുമില്ല. എന്നാലും അവൻ കണ്ടതാണല്ലോ. സ്വന്തം വീട്ടിൽ ഉള്ളതിനേക്കാൾ സുഖം വേറെ എവിടെ കിട്ടാനാണ്? അമ്മ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് സുഖമായിരിക്കും. തന്നെ ഓർത്തുള്ള വിഷമം വേണ്ടല്ലോ. താൻ മൂലം പേരുദോഷമുണ്ടാകുമെന്ന ഭയവും വേണ്ട. അതല്ലാതെ തൻ്റെ സുഖത്തിനെപ്പറ്റി ഒന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല എന്ന കാര്യം ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തനിക്ക് വ്യക്തമായതാണ്. എനിക്കിനി സുഖം വന്നാൽ എന്ത്, ദുഃഖം വന്നാൽ എന്ത്? ഈ വീട്ടിൽ ആർക്കും അതിൽ താല്പര്യമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആരും സങ്കടപ്പെടേണ്ട. ഞാൻ എത്രയും വേഗം ഇവിടെ നിന്നും പോയി തരാം. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചിട്ടാണോ? സംഭവിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ബാക്കി ചെയ്യാതിരിക്കാൻ കഴിയുമോ? അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. സംഭവിച്ചു പോയി. ബാക്കി എനിക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? ഞാൻ തനിയെ അനുഭവിച്ചു കൊള്ളാം. അതിന് ഞാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അപ്പോഴേക്കും ഇളയച്ചൻ വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ടു. തനിക്ക് ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ അമ്മ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാഗിൽ എല്ലാം തയ്യാറാക്കി മേശയുടെ മുകളിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണോ ആവൂ. അമ്മ ആ കൂടെ ഇത്രയും കൂടി പറഞ്ഞു. നിനക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ള കുറേ സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടി പറഞ്ഞു. ഇവിടെ ഉള്ളതാണെങ്കിൽ എടുത്തു വച്ചേക്കാം. താൻ പ്രത്യേകമായി ഒന്നും പറഞ്ഞില്ല. മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് അമ്മമാർക്കറിയാം. അവരത് അറിഞ്ഞ് എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലായി ഒന്നും പറയേണ്ടി വരില്ല. അമ്മ മനസ്സറിഞ്ഞ് തരാത്തതൊന്നും ഈ മകൾക്ക് ആവശ്യമില്ല. ഇപ്പോഴെന്നല്ല, ഇനി ഒരിക്കലും. അമ്മയുടെ കണ്ണുകൾ നിറയുന്നതും ആ കണ്ണുകളിൽ നിന്ന്
നീർക്കണങ്ങൾ ഉരുണ്ട് മുഖത്തിൻ്റെ പാടുകളിലൂടെ താഴേക്ക് വരുന്നതും തന്നെയും ദുഃഖിപ്പിച്ചു. പക്ഷേ അപ്പോഴും താൻ തന്നോട് തന്നെ പറയുകയായിരുന്നു, ഇനി കരയാൻ പാടില്ല. നീ ദുഃഖിക്കുകയോ കരയുകയോ തളരുകയോ ചെയ്താൽ നിനക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവുകയില്ല. ഇനി നിനക്കുള്ള ജീവിതം നീ തന്നെ വെട്ടിപ്പിടിക്കണം. അത് നിന്നിൽ നിന്നും പിടിച്ചു പറിച്ചെടുക്കാൻ പലരും പരിശ്രമിച്ചേക്കാം. വിട്ടുകൊടുക്കരുത്. ഏത് മാർഗത്തിലൂടെയാണെങ്കിലും വേണ്ടില്ല, നീ കരുത്ത് സമ്പാദിക്കണം. നിനക്കൊന്ന് കരയാൻ പോലും തോന്നുന്നില്ലേ മോളെ? കുറച്ച് കരയുകയാണെങ്കിൽ അത്രയെങ്കിലും സങ്കടം ഒഴിവായി കിട്ടില്ലേ? കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അമ്മയെ കരയേണ്ടത്? ഇനി എനിക്ക് ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ പോകുന്നതിന് മുൻപ് മുതൽ തന്നെ ഞാൻ കരച്ചിലിനെ അകലേക്ക് മാറ്റി നിർത്തുകയാണ്. തൻ്റെ മകൾ വളരെ പെട്ടെന്ന് വലിയ ആളായതുപോലെ അമ്മയ്ക്ക് തോന്നിക്കാണും. പറയുന്നത് പലതും വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തതാണ്. എന്താണെങ്കിലും അവളുടെ സാഹചര്യം സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ. അങ്ങനെ ഒരു അവസ്ഥ തനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. വേറെ ആർക്കും എന്നല്ല, ശത്രുക്കൾക്ക് പോലും ഇനി അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കുകയും ചെയ്യട്ടെ. ആ സാഹചര്യത്തിലേക്ക് അവളെ തള്ളിയിട്ട ആ ദുഷ്ടൻ അനുഭവിക്കാതെ ഒന്നും പോകില്ല. ദൈവമെന്ന ഒരു ശക്തി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇളയച്ഛൻ്റെ ശബ്ദം കേട്ടു. എന്നാൽ പിന്നെ നമുക്ക് പുറപ്പെടുകയല്ലേ സരളെ? നിനക്ക് വേണ്ടി തയ്യാറാക്കിയ ബാഗും സാധനങ്ങളും എടുത്തു. വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇനി സമയം കളയണ്ട. ഉച്ചയൂണിന് സമയമാകുന്നതിന് കുറേ മുൻപ് തന്നെ താൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അമ്മയും അച്ഛനും ദുഃഖത്തോടെ തന്നെ യാത്രയാക്കാൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ സമയമായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആദ്യമായി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ ഇവിടുത്തെ ആളായി മാറി. ഇപ്പോൾ നീ വന്നതുപോലെ തന്നെ. സരള തൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് നന്ദിനിക്ക് തോന്നി. ഇവളുടെ കുട്ടി എവിടെ പോയിട്ടുണ്ടാകണം? അതിനെപ്പറ്റിയുള്ള ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇപ്പോൾ അവളുടെ കൂടെ കുട്ടിയില്ല. അപ്പോൾ നിന്റെ കുട്ടി? നന്ദിനി മടിച്ച് അത്രയും ചോദിച്ചു. ഇവിടെ വന്ന് 7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി. ഇപ്പോൾ അവന് 3 വയസ്സ് പ്രായമുണ്ട്. അവൻ ഇവരുടെ തന്നെ ഒരു അനാഥാലയത്തിലാണ് താമസവും പഠിപ്പും. മാസത്തിൽ ഒരിക്കൽ പോവുകയും കാണുകയും ചെയ്യാം. ഇനി പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 പേർക്കും പോകാൻ കഴിയുമോ എന്ന് സിസ്റ്ററോട് ചോദിച്ചു നോക്കാം. അവൾ അങ്ങനെ പറയാൻ കാരണം അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊന്നും സിസ്റ്റർമാർ സമ്മതിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ടാണ്. സിസ്റ്ററോട് ഒന്ന് ചോദിച്ചു നോക്കാം. സമ്മതിക്കുകയാണെങ്കിലാകട്ടെ. അവൾക്ക് തൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമല്ലേ? നിന്റെ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് നീ ചോദിച്ചുമില്ലായിരുന്നല്ലോ. അവൻ്റെ പേര് ജിബിൻ എന്നാണ്. മിടുക്കനാണ്. അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ തോന്നില്ല. സിസ്റ്റർമാർ സമ്മതിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ കൂടെ പോയി അവളുടെ കുഞ്ഞിനെ ഒന്ന് കാണണം. അപ്പോഴും നന്ദിനിക്കൊരു സംശയം ബാക്കിയായിരുന്നു. ഇവൾ എന്തിനാണ് രമേഷിൻ്റെ അച്ചച്ചനെ കണ്ടിട്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഓടി വന്നത്? അക്കാര്യം ഇവൾ പറയും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി.
പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം നന്ദു സരളയോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് നന്ദിനിക്ക് അത്ഭുതം തോന്നിയത്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ വന്ന ആളിനെ കണ്ടാൽ സ്വാമിയെപ്പോലെ തന്നെയുണ്ട്. വ്യത്യാസമൊന്നും ഒറ്റനോട്ടത്തിൽ എനിക്ക് തോന്നിയില്ല. നടക്കുന്ന രീതി പോലും അതുപോലെ തന്നെ. പിന്നെ ഞാൻ എങ്ങനെ ഓടി വരാതിരിക്കും? നീ പറ. അപ്പോൾ സരളയുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയതും വീണ ചേച്ചിയുടെ പവിത്രൻ ഇളയച്ചൻ തന്നെ ആയിരിക്കണം. മറ്റുള്ളവർക്കും സഹോദരനും ദ്രോഹം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ജന്മം. ദേശസഞ്ചാരിയാണല്ലോ. ഓരോ സ്ഥലത്തു നിന്നും അയാൾ പോകാനുള്ള കാരണവും ഇതുതന്നെ ആയിരിക്കണം. പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയാത്തതുപോലെ ആയിരിക്കും അവിടെ നിന്നുള്ള മടക്കം. ഓരോ സ്ഥലങ്ങളിൽ നിന്നും കുറേ ജീവിതങ്ങളെങ്കിലും നശിപ്പിച്ചിട്ടായിരിക്കും അയാളുടെ മടക്കം. അയാൾ അതുകൊണ്ട് എന്തു നേടും? തന്നെ കൊണ്ടുവിടാൻ വന്നതാരാണെന്നും സരള ഉദ്ദേശിക്കുന്നയാൾ ആരായിരിക്കും എന്നും നന്ദിനി പറഞ്ഞു. അയാൾ തന്നെയാണ് തൻ്റെ ജീവിതവും നശിപ്പിച്ചത് എന്നും നന്ദിനി സരളയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവിടെ വേറെയും അന്തേവാസികൾ ഉണ്ടായിരുന്നു. അവരുമായി ഒന്നും തന്നെ നന്ദിനി അധികം അടുപ്പത്തിന് പോയില്ല. എല്ലാവരും സിസ്റ്റർമാരുടെ സംരക്ഷണയിൽ കഴിയുന്നവർ തന്നെ ആണെങ്കിലും അവരിൽ പോലും പരസ്പരം ഇഷ്ടമില്ലാത്തവരും കുശുമ്പുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. നന്ദിനിയുടെയും സരളയുടെയും മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ തന്നെ ഉള്ളത് ഏകദേശം 40 വയസ്സ് പിന്നിട്ട 2 സ്ത്രീകളായിരുന്നു. അവരെപ്പറ്റി സരളയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അത് 2 തൈക്കിളവികളാണ്. രണ്ടിൻ്റെയും വിചാരം അവർ ദേവലോക സുന്ദരികളാണെന്നാണ്. ബാക്കിയുള്ള ഒരെണ്ണത്തിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ താനും. അവർക്കും ഇങ്ങനെ എന്തെങ്കിലും ചതി പറ്റിയതിൻ്റെയോ നിരാശയുടെയോ കഥകൾ പറയാൻ കാണും. അതിൻ്റെ പ്രതിഫലനമായിരിക്കും തങ്ങളുടെ നേരെ അവർ കാണിക്കുന്ന അവഗണനയും അസൂയയും ഒക്കെ. അല്ലാതെ യഥാർത്ഥത്തിലുള്ളതായിരിക്കണം എന്നില്ല. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുമില്ല. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് സ്വഭാവത്തിൽ വരുന്ന മാറ്റമായിരിക്കും അത്. അതായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി ഉണ്ടാവുന്നതെന്ന് നന്ദുവിനപ്പോൾ തോന്നി. അത് അവൾ സരളയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. നീ പറഞ്ഞതുപോലെ ആയിരിക്കാം. പക്ഷേ അതിന് നമ്മളാരും ഉത്തരവാദികളല്ലല്ലോ നന്ദിനി. അതിന് വെറുതെ നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്തിന്? അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. കൂടുതൽ പരിഗണനയോ അവഗണനയോ ഒന്നും വേണ്ട. നമ്മളെല്ലാം അഗതികളാണെന്നും അവരുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണെന്നും ഉള്ള ബോധം വേണം. ആ ബോധത്തോടുകൂടി തന്നെ പെരുമാറുകയാണെങ്കിൽ അത് അവർക്കും കൂടുതൽ നന്നായിരിക്കും. സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംരക്ഷിക്കേണ്ട കടമയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. അവർ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അവരുടെ പുണ്യപ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവർ തന്നെ തമ്മിൽ തല്ലിയാലോ? അതുകൊണ്ട് അതൊന്നും വേണ്ട. അവർക്കും പറയാൻ ധാരാളം കഥകളുണ്ടാകും. അത് കേൾക്കാനൊന്നും നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. സരളയുടെ അഭിപ്രായം പരിഗണിച്ച് നന്ദിനി അവരോടൊരു നിശ്ചിത അകലം പാലിച്ചു. നന്ദിനിയെ ഒരിക്കൽ കണ്ടപ്പോൾ അവരിൽ ഒരാളുടെ പെരുമാറ്റം അത്രയൊന്നും അസഹ്യമായി നന്ദിനിക്ക് തോന്നിയില്ല. മോളെ എന്ന് വിളിച്ചത് തന്നെ സ്നേഹപൂർവമായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ സംസാരവും. അതുകൊണ്ട് തന്നെ നന്ദുവിന് അവരോട് യാതൊരു പരിഭവവും തോന്നിയില്ല. ഒരാളുടെ അല്ലെങ്കിൽ
മറ്റൊരാളുടെ സഹായം എവിടെയാണെങ്കിലും തങ്ങൾക്ക് വേണ്ടി വരും. ഉപദ്രവിക്കാത്തവരെ ആരെയും വെറുക്കേണ്ട കാര്യമില്ല. വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതല്ല, വിട്ടുകളയുന്നതാണ് നല്ലത്. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നന്ദിനിക്ക് അസ്വസ്ഥതകൾ കൂടിക്കൂടി വന്നു. അപ്പോഴൊക്കെയും ഏത് കാര്യത്തിനും സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സരളയായിരുന്നു. അത് വലിയ സഹായം തന്നെ ആയിരുന്നു താനും. അവൾ ചിലപ്പോഴൊക്കെ പറയും, ഞാൻ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചപ്പോൾ എനിക്ക് സഹായത്തിന് ആരുമുണ്ടായിരുന്നില്ല. നിനക്ക് അങ്ങനെ വരാതെ ഞാൻ നോക്കണമല്ലോ. അതല്ലേ അതിൻ്റെ ശരിയായ രീതി? സ്വന്തമായി ആരുമില്ലാത്തവർക്ക് ഉള്ളവരെല്ലാവരും സ്വന്തം തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ എത്തിയപ്പോൾ തന്നെ സഹോദരിയെപ്പോലെ സ്നേഹിക്കുന്ന സരളയെ കിട്ടിയത്. അങ്ങനെ ഒരാളെപ്പറ്റി സങ്കല്പത്തിൽ പോലും വിചാരമുണ്ടായിരുന്നതല്ല. ഇന്നിപ്പോൾ ഒരു ദിവസം അവളെ കാണാതിരിക്കാൻ കഴിയില്ല. അത്രയും അടുപ്പമായി കഴിഞ്ഞു തമ്മിൽ. നന്ദിനിയെ പരിശോധിക്കാൻ ഡോക്ടർമാർ വരുമായിരുന്നു. നന്ദിനി മാത്രമല്ല, വേറെയും 1-2 പേർ അതേ അവസ്ഥയിൽ അവിടെയുണ്ട്. അവരുമായി ഒന്നും നന്ദിനിക്കും സരളയ്ക്കും കാര്യമായി അടുപ്പമില്ല. ആളെ അറിയാം എന്നു മാത്രം. ഒരു ദിവസം പരിശോധനയ്ക്കായി വന്ന ഡോക്ടറോടൊപ്പം വന്ന ആളിൻ്റെ മുഖത്തേക്ക് നോക്കിയ നന്ദിനിയുടെ ശരീരം ആകെ തളരുന്നതുപോലെ തോന്നി. താൻ എങ്ങനെ അവനെ അഭിമുഖീകരിക്കും? തനിക്ക് ശക്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും അന്നേരം അവൾക്ക് കഴിയുമായിരുന്നില്ല. നോവലിൻ്റെ 25-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് കരുതിയ നന്ദിനിയുടെ മുന്നിലേക്ക് അവളുടെ കഴിഞ്ഞ കാലവുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരാൾ അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു. ആ മുഖത്തേക്ക് നോക്കിയ നന്ദിനി തളർന്നുപോയി. അയാൾ ആരായിരുന്നു? നന്ദിനിക്ക് അയാളെ കണ്ട് ഇത്ര ഭയം തോന്നാൻ കാരണം എന്താണ്? ഉത്തരമറിയാൻ കാത്തിരിക്കൂ അവിവാഹിതയുടെ അടുത്ത ഭാഗം വരെ. ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ, ഒരു സഹായത്തിന്.